BSc നഴ്സിംഗ് എന്തുകൊണ്ടാണ് പാരാമെഡിക്കൽ കോഴ്സുകളിൽ എപ്പോഴും ഡോമിനന്റ് ആയി നിൽക്കുന്നത്? അല്ലെങ്കിൽ പാരാമെഡിക്കൽ കോഴ്സുകൾ ചൂസ് ചെയ്യുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ഫസ്റ്റ് കോഴ്സായിട്ട് BSc നഴ്സിംഗ് വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പാരാമെഡിക്കൽ കോഴ്സുകൾ അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിലെ റിലേറ്റ് ചെയ്ത കോഴ്സുകളൊക്കെ നോക്കുന്ന ആളുകൾക്ക് ഈ വീഡിയോ തികച്ചും ഇൻഫോർമേറ്റീവ് ആവും എന്നുള്ള വിശ്വാസത്തോടെ എജു ക്ലയന്റിന്റെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുപോലത്തെ വ്യത്യസ്തങ്ങളായ വീഡിയോകൾ കാണാനും അറിയാനും വേണ്ടിയിട്ട് ഈ ചാനൽ മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. എന്താണ് BSc നഴ്സിംഗ് അല്ലെങ്കിൽ വാട്ട് ഈസ് BSc നഴ്സിംഗ്? BSc നഴ്സിംഗ് എന്ന് കേൾക്കുമ്പോൾ പലർക്കും തോന്നാറുണ്ട് ജസ്റ്റ് നേഴ്സ് അല്ലേ? പക്ഷെ ഇതൊരു 4 വർഷത്തെ പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സാണ്. +2 സയൻസ് വിഷയങ്ങളെടുത്ത് പഠിച്ച ആളുകൾക്കാണ് ഇതിന്റെ യോഗ്യത. അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പഠിച്ചിരിക്കണം. ഇത് നമ്മളെ ഒരു ട്രെയിൻഡ് മെഡിക്കൽ പ്രൊഫഷണലാക്കി മാറ്റുന്ന കോഴ്സാണ്. പേഷ്യന്റ് കെയർ, അതുപോലെ ക്ലിനിക്കൽ പ്രൊസീജിയേഴ്സ്, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, മെഡിക്കൽ എത്തിക്സ് എല്ലാം വിശദമായി തന്നെ ഇതിനകത്ത് പഠിക്കും. ഒരു ഫുൾ ടൈം ടഫ് ബട്ട് റിവാർഡിങ് കോഴ്സാണ് ഇത്. നമ്മളൊരു ഹെൽത്ത് ഇൻഡസ്ട്രിയുടെ അല്ലെങ്കിൽ മെഡിക്കൽ ഇൻഡസ്ട്രിയുടെ ബാക്ക് ബോൺ ആക്കി മാറ്റുന്ന ഒരു കോഴ്സാണ് BSc നഴ്സിംഗ്. അപ്പോൾ എന്താണ് BSc നഴ്സിംഗ് എന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് എന്തുകൊണ്ട് BSc നഴ്സിംഗ് ഡോമിനന്റ് ആയി നിൽക്കുന്നു എന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ കാരണം ജോബ് ഡിമാൻഡ് തന്നെയാണ്. നമുക്ക് വേൾഡ് വൈഡ് ഹൈ ജോബ് ഡിമാൻഡാണ് BSc നഴ്സിംഗ് ഉള്ളത്. ഇന്ത്യയിൽ, അതേപോലെ വിദേശ രാജ്യങ്ങളായിട്ടുള്ള ഗൾഫ് കൺട്രീസ്, UK, USA പോലുള്ള ഏത് കൺട്രി ആയിക്കോട്ടെ, അവിടെ എല്ലാം നഴ്സസിന് ഹൈ ജോബ് ഡിമാൻഡ് ഉണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം സാലറി സ്കെയിലാണ്. ഇനീഷ്യലായിട്ട് ഇന്ത്യയിൽ സാലറി കുറവായേക്കാം, പക്ഷെ അബ്രോഡ് 1 lakh പെർ മന്ത്, ഈവൻ 5 to 8 lakh വരെ സാലറി മേടിക്കുന്ന ആളുകളുണ്ട് എക്സ്പീരിയൻസ് അനുസരിച്ചിട്ട്. അതായത് ഒരു മെഡിക്കൽ ഡോക്ടറുടെ സാലറിക്ക് തുല്യമായ സാലറി തന്നെ ഒരു BSc നഴ്സിന് അല്ലെങ്കിൽ ഒരു നഴ്സിന് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇനി മൂന്നാമത്തെ കാര്യം കരിയർ ഗ്രോത്ത് ആണ്. BSc നഴ്സിംഗ് കഴിഞ്ഞാൽ MSc നഴ്സിംഗ് പഠിക്കാം. അതേപോലെ ഇതിന്റെ സ്പെഷ്യലൈസേഷൻസ് ആയിട്ടുള്ള ക്രിട്ടിക്കൽ കെയർ, ICU നഴ്സ്, അങ്ങനത്തെ സ്പെഷ്യലൈസേഷൻ ഒക്കെ ചെയ്യാം. അതുപോലെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ വേണമെന്നുണ്ടെങ്കിൽ MBA ചെയ്യാം നിങ്ങൾക്ക്. എന്നിട്ട് ആ മേഖലയ്ക്ക് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് മേഖലയിലോട്ട് മാറാനുള്ള അവസരങ്ങളും ഉണ്ട്. ഇനി നാലാമത്തെ റീസൺ റെക്കഗ്നീഷൻ ആൻഡ് റെസ്പെക്ട് ആണ്. ഡോക്ടറിന്റെ സൈഡിൽ നിൽക്കുന്ന ഫസ്റ്റ് പേഴ്സൺ ആണ് ആര്? ഒരു നഴ്സ്. പേഷ്യന്റിന്റെ പെയിൻ ആൻഡ് റിക്കവറിയിൽ മെയിൻ റോൾ വഹിക്കുന്നത് ശരിക്കും ഡോക്ടർ അല്ല, നഴ്സാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഹൈ റെക്കഗ്നേഷൻ ആൻഡ് റെസ്പെക്ട് ആണ് പേഷ്യൻസിന്റെ അടുത്ത് നിന്ന് അല്ലെങ്കിൽ ഈ ഒരു ഇൻഡസ്ട്രിയിൽ നിന്ന് അവർക്ക് കിട്ടാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ ആണ് ഇത് ഹൈ റെസ്പെക്ട് ഉള്ള ജോബായി മാറുന്നത്. പിന്നെ അഞ്ചാമത്തെ റീസൺ ഡൈവേഴ്സ് ഓഫ് ജോബ് ഏരിയാസ് ആണ്. വൈഡ് ജോബ് ഏരിയാസ് ആണ് ഈ ഒരു BSc നഴ്സിംഗ് അല്ലെങ്കിൽ നഴ്സ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ആൾക്കുള്ളത്. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഹോസ്പിറ്റൽസ്, ക്ലിനിക്ക്, ഹോം കെയർ, അതേപോലെ ഓൾഡ് ഏജ് ഹോംസ്, ക്രൂസ് ഷിപ്പ്, മിലിറ്ററി സർവീസ്, സ്കൂൾസ്, ICUയിൽ സ്പെഷ്യലായിട്ട്, അതേപോലെ ഓപ്പറേഷൻ തിയേറ്ററിൽ സെപ്പറേറ്റ് ആയിട്ട്, അങ്ങനെ ഇഷ്ടംപോലെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഈ ഇൻഡസ്ട്രിയിൽ BSc നഴ്സിംഗ് കഴിഞ്ഞ ഒരാൾക്ക് ഉണ്ട്. ഈ ഒരു 5 കാരണങ്ങൾ കൊണ്ടാണ് എപ്പോഴും നഴ്സിംഗ് ഡോമിനന്റ് ആയി നിൽക്കുന്നത്. ഇനി നമ്മൾ ബാക്കിയുള്ള കോഴ്സുകളായിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ബാക്കിയുള്ള എല്ലാ കോഴ്സുകളും നല്ല കോഴ്സുകൾ തന്നെയാണ്, നമ്മൾ അതിനെ മോശമായിട്ട് കാണാനല്ല. BSc ഫിസിയോതെറാപ്പി, റേഡിയോളജി, മെഡിക്കൽ ലാബ് ടെക്നോളജി, ഒപ്റ്റോമെട്രി, അനസ്തേഷ്യ, ഈ കോഴ്സുകളൊക്കെ അവൈലബിൾ ആണ്. പക്ഷെ BSc നഴ്സിംഗ് വേറിട്ട് നിൽക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് ഡയറക്റ്റ് പേഷ്യന്റ് ഇന്ററാക്ഷൻ. അത് ഏറ്റവും കൂടുതൽ ആർക്കാണ്? BSc നഴ്സിംഗിന് അല്ലെങ്കിൽ നഴ്സിനാണ് ഉള്ളത്. പിന്നെ ഇന്റർനാഷണൽ ലൈസൻസ് ഒക്കെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. എല്ലാ കൺട്രീസിലും ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കോഴ്സാണ് BSc നഴ്സിംഗ്. ഇനി വരുന്നത് റിസഷൻ പ്രൂഫ് ജോബാണ്. മെഡിക്കൽ ഇൻഡസ്ട്രി ഒരിക്കലും തളരില്ല, വളരെ ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ ഏതൊരു സിറ്റുവേഷനിലും നിങ്ങൾക്ക് ജോബ് നഷ്ടമാകുമെന്നുള്ള ഒരു ഭയം വേണ്ട. ഇനി പെർമനന്റ് ആൻഡ് ഗവൺമെന്റ് ജോബ് ചാൻസസ് ആർ വെരി ഹൈ കമ്പയർ ടു അതർ കോഴ്സസ്. ഇപ്പോ ഗവൺമെന്റ് ഇൻഡസ്ട്രിയിലും ബാക്കിയുള്ള പാരാമെഡിക്കൽ കോഴ്സുകളെ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ വേക്കൻസീസും ഓപ്പണിങ്സും ഒക്കെ വരുന്നത് BSc നഴ്സിംഗിന് അല്ലെങ്കിൽ നഴ്സിനാണ്. BSc നഴ്സിംഗിന്റെ ചാലഞ്ചിങ്ങുകൾ എന്തൊക്കെയാണെന്ന് നമ്മളിപ്പോ പറഞ്ഞത് ഇതിന്റെ
ഗുണവശങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത് അത്യാവശ്യം പഠിക്കാനുള്ള ഒരു 4 ഇയർ കോഴ്സാണ്. നൈറ്റ് ഷിഫ്റ്റുകൾ, അതുപോലെ ഇമോഷണൽ സ്ട്രെസ്, പിന്നെ എമർജൻസി സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഒക്കെ വരും. മാത്രമല്ല അത്യാവശ്യം റെസ്പോൺസിബിലിറ്റി ഉള്ള, വർക്ക് പ്രഷറുള്ള ഒരു ജോബായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങളൊരു പാഷനേറ്റ് ആയിരിക്കണം. ബാക്കിയുള്ളവരുടെ ബുദ്ധിമുട്ടുകളെ സഹായിക്കേണ്ട സാഹചര്യങ്ങളിൽ ഹെൽപ്പ് ചെയ്യാനുള്ള മെന്റാലിറ്റി ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ കോഴ്സ് ചൂസ് ചെയ്താൽ മതി. അല്ലാണ്ട് പേരൻസിന്റെയോ മറ്റുള്ളവരുടെയോ ഒക്കെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ഈ കോഴ്സ് ചൂസ് ചെയ്യരുത്. ഇത് നിങ്ങളുടെ ഭാവിയിൽ കരിയറിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് വരും. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇതുപോലത്തെ വീഡിയോ കണ്ടന്റുകൾ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ കണ്ടതിന് നന്ദി, നമസ്കാരം.